യുദ്ധം കൊടുമ്പിരിക്കൊള്ളുകയാണ്. അതിൻ്റെ ഗതിവിഗതികൾ തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തെയും വളരെ രൂക്ഷമായിട്ടത് ബാധിക്കുന്നുണ്ട്. ഇപ്പം ഇത് അമേരിക്ക ഇപ്പോൾ ഇറാനെതിരെയാണോ ചൈനയ്ക്കെതിരെയാണോ നീങ്ങുന്നത്? അങ്ങയുടെ ചോദ്യം ഗൗരവപരമായ ചർച്ച ആവശ്യപ്പെടുന്നൊരു ചോദ്യമാണ്. ഭാരതത്തിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് അത് ഇറാനെതിരെയാണ് അമേരിക്കയും ഇസ്രയേലും യുദ്ധം ചെയ്യുന്നതെങ്കിലും അന്തിമ യുദ്ധം ചൈനയ്ക്കെതിരെയാണെന്നാണ്. രാഹുലാണ് പറഞ്ഞതെങ്കിലും അതിൽ നേരില്ലെന്ന് പറയാൻ പറ്റില്ല. രാഹുൽ പറയുന്നതൊക്കെ തമാശയിലാണ് മുൻകാലങ്ങളിലൊക്കെ. പക്ഷെ ഇതിൻ്റെയും ബാക്കി ഭാഗം തമാശയാണ്. കാരണം ഡേറ്റ കൊണ്ടാണ് യുദ്ധം ജയിക്കേണ്ടതെന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. ഇന്ത്യയുടെ അത് വേറെ വിഷയം, അത് കിടക്കട്ടെ. ഈ യുദ്ധം ജയിക്കാൻ വേണ്ടി ഡേറ്റ, ഈ യുദ്ധത്തിന് എന്ത് ഡേറ്റയാണ് വേണ്ടതെന്ന് എനിക്കറിയില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞങ്ങനെയാണ്. പക്ഷെ വിഷയം അവിടെയല്ല. നമ്മൾ അടിസ്ഥാനപരമായിട്ട് ചിന്തിച്ചു കഴിയുകയാണെങ്കിൽ കൃത്യമായും ഡൊണാൾഡ് ട്രംപിനെ കുറിച്ച് എന്തൊക്കെ അദ്ദേഹത്തിൻ്റെ മോശം ഭാഷയെക്കുറിച്ചോ എടുത്തുചാട്ടത്തെക്കുറിച്ചോ ഭാരത വിരുദ്ധ നിലപാടുകളെക്കുറിച്ചോ അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ പലപ്പോഴും അവഹേളിക്കുന്ന നിലപാടുകളെക്കുറിച്ചോ ഒക്കെ പോലും നമുക്ക് പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്, അസ്വാരസ്യം ഉണ്ടാക്കുന്നുണ്ട്, അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ചൈനയുടെ ഏതാണ്ട് കഴിഞ്ഞ അരശതാബ്ദത്തിനുള്ളിൽ വന്ന എല്ലാ അമേരിക്കൻ പ്രസിഡന്റുമാരെക്കാട്ടിലും സുദൃഢമായൊരു നിലപാടിൽ കൂടിയാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ പോക്ക്. അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾക്ക് കൃത്യമായൊരു സ്ട്രാറ്റജിയുണ്ട്. നമ്മൾ പറയില്ലേ, ഭ്രാന്താണെന്ന് തോന്നുമെങ്കിലും അത് ആലോചിച്ചുറപ്പിച്ചുള്ളൊരു ഭ്രാന്തിൻ്റെ രീതിയാണ് എന്ന് പറയുന്ന പോലെ അമേരിക്ക ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമുണ്ട്. അതാണ് അടിസ്ഥാന പ്രശ്നം. നമ്മുടെ പുരാണങ്ങളിൽ ഒരു കഥ പറയില്ലേ, ഭസ്മാസുരൻ്റെ കഥ. തപസ് ചെയ്ത് മഹാദേവനോട് അനുഗ്രഹം വാങ്ങിച്ചാണ്, വരം വാങ്ങിയാണ് ഭസ്മാസുരനെ ആരുടെ തലയിൽ തൊട്ടാലും അവരെ ഭസ്മമാക്കാൻ പറ്റും എന്ന വരം കിട്ടിയത്. ആ ശക്തി നേടിക്കഴിഞ്ഞ ഈ ഭസ്മാസുരൻ ആദ്യം ഇല്ലാതാക്കാൻ നോക്കിയത് ആരെയാ? മഹാദേവനെ തന്നെ പരീക്ഷിക്കാൻ വേണ്ടി. എന്ന് പറഞ്ഞതുപോലെ അമേരിക്കൻ മുതലാളിത്തം എറിഞ്ഞുകൊടുത്ത അപ്പക്കഷണങ്ങൾ അല്ലെങ്കിൽ അവസരങ്ങൾ മുതലാക്കിക്കൊണ്ടാണ് ചൈന ഇന്ന് ഈ നിലയിലെത്തിയിരിക്കുന്നത്. അങ്ങനെ അമേരിക്കൻ മുതലാളിത്തം എറിഞ്ഞുകൊടുത്ത അപ്പകഷ്ണങ്ങൾ കഴിച്ച് തടിച്ചു കൊഴുത്ത് കഴിഞ്ഞപ്പം അമേരിക്കയ്ക്കിട്ട് തന്നെ പണി ചെയ്യാം എന്ന അഹങ്കാരം ചൈനയ്ക്ക് കയ്യിലെടുത്തുന്നതാണ് പ്രശ്നങ്ങളുടെ മുഴുവൻ ആരംഭം. അമേരിക്കയെ കടന്നു പിടിക്കാൻ വേണ്ടി അമേരിക്കയ്ക്കുള്ളിൽ ഡീപ് സ്റ്റേറ്റിനെ കൂടെ കൂട്ടിക്കൊണ്ട് കൾച്ചറൽ മാർക്സിസം, വോക്കിസം തുടങ്ങിയ രീതികളുമായിട്ട് അമേരിക്കൻ അക്കാഡമികളിൽ, യൂണിവേഴ്സിറ്റികളിൽ കടന്നു കയറാൻ ശ്രമിക്കുന്നു. ബുദ്ധിജീവി സമൂഹത്തിൽ കടന്നു കയറാൻ ശ്രമിക്കുന്നു. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലൂടെ ഫെന്റനൈൽ പോലെയുള്ള നമ്മുടെ ഡ്രഗ്സ് അത് കണ്ടമാനം കയറ്റി അയച്ച് അമേരിക്കയുടെ തലമുറകളെ നശിപ്പിക്കാൻ പോകുന്നു. എനിക്കറിയാമായിരിക്കും, മെക്സിക്കോയിൽ മറ്റും സാധാരണ മെയിൽ വഴിയാണ്, പോസ്റ്റൽ മെയിൽ വഴിയാണ് 5 ഗ്രാം ഒക്കെയുള്ള ഈ ഫെനറ്റൈൽ എന്ന് പറയുന്ന മാരകമായ ഡ്രഗ് അങ്ങോട്ട് കൊടുത്തുകൊണ്ടിരുന്നത്, അയച്ചുകൊണ്ടിരുന്നത് വ്യാപകമായ തോതിലൊന്നും. അതൊക്കെ അമേരിക്കയുടെ തലമുറകളെ നശിപ്പിക്കും എന്ന് ബോധ്യമായൊരു സാഹചര്യത്തിൽ അതുപോലെ തന്നെ അമേരിക്ക പിന്തുടർന്ന ചൈനയ്ക്ക് പരമാവധി വിപണി കൊടുക്കുന്ന രീതിയിലുള്ള സാമ്പത്തിക നയങ്ങൾ കാരണം കൊണ്ട് അമേരിക്കയ്ക്ക് ഉണ്ടാകുന്ന അവസര നഷ്ടം
തൊഴിലില്ലായ്മ ഉൾപ്പെടെ അങ്ങനെ വ്യാപകമായ തോതിലുള്ള അധിനിവേശ പരിശ്രമങ്ങൾ ഒരു വഴിക്ക്, ഒപ്പം തന്നെ മെക്സിക്കോ ആണേലും വെനിസ്വേല ആണേലും ക്യൂബയാണേലും അമേരിക്കയോട് അടുത്ത് കിടക്കുന്ന രാജ്യങ്ങളിൽ കൂടെ ഇവരുടെ സാന്നിധ്യം ഉറപ്പിച്ച ചൈന പലതരം കടന്നു കയറ്റങ്ങൾക്കും അവസരമൊരുക്കുന്നു. അപ്പോഴാണ് അമേരിക്കൻ ജനത മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറയുന്ന ഡൊണാൾഡ് ട്രംപിന്റെ മുദ്രാവാക്യം കേട്ട് അദ്ദേഹത്തിനെ അധികാരത്തിലെത്തിച്ചത്. അന്നോട്ട് തന്നെ യൂണിവേഴ്സിറ്റികളിൽ നിയന്ത്രണം കൊണ്ടുവന്നു. അമേരിക്കൻ സർവകലാശാലകളിലെ ചൈനയുടെ സമ്പത്തൊഴുക്കിനെ, ചൈനയ്ക്ക് വേണ്ടിയുള്ള ഇടപെടലുകൾ നിയന്ത്രിച്ചു. ഞാൻ പറഞ്ഞ ആ മയക്കുമരുന്ന് വ്യാപാര ശൃംഖലയെ പിടിച്ചു നിർത്തി. താരിഫ് യുദ്ധം വന്നു. പല കാര്യങ്ങളും അങ്ങനെ ചെയ്തു വരുന്ന ഘട്ടത്തിലാണ് ചൈന പുതിയൊരു വെല്ലുവിളി ഉയർത്തിയത്. ആ വെല്ലുവിളി മറ്റൊന്നുമായിരുന്നില്ല, ക്രിട്ടിക്കൽ മിനറൽസ്. ആ ധാതു സമ്പത്ത് ഇന്ന് അമേരിക്കയുടെ കയ്യിലാണെന്ന് ലോകത്തിനറിയാം. ചൈനയുടെ കയ്യിലാണ് അതിൻ്റെ കുത്തക എന്ന് പോലും പറയാം. അമേരിക്കയ്ക്ക് ആവശ്യമായ ധാതുമണൽ, ആ ധാതുക്കള്, ക്രിട്ടിക്കൽ മിനറൽസ് നൽകുന്നതിന് തടസ്സം വരുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ നൽകില്ല എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയെ വെല്ലുവിളിക്കാൻ വേണ്ടി ചൈന പര്യാപ്തമായി. അവിടെയാണ് ഭാരതത്തിനെതിരെ പോലും വലിയ ടാരിഫ് ഇട്ടപ്പോഴും ചൈനയ്ക്കെതിരെ വലിയ ടാരിഫിന് പോകുന്നതിന് മുമ്പ് ട്രംപിനും അമേരിക്കയ്ക്കും ഒന്ന് പിടിച്ചു നിൽക്കേണ്ടി വന്നതാണ്. ആ സന്ദർഭത്തിൽ ട്രംപ് കണ്ട ബുദ്ധിയാണ് ചൈനയുടെ പ്രധാന ഊർജ സ്രോതസ്സായ എണ്ണ, ചൈന എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രണ്ട് പ്രധാന രാജ്യങ്ങൾ, ഒന്ന് വെനിസ്വേല, ഒന്ന് ഇറാൻ. വെനിസ്വേല ഉൽപ്പാദിപ്പിച്ച് എക്സ്പോർട്ട് ചെയ്യുന്നതിൽ 80% ചൈനയ്ക്കാണ് പോയിക്കൊണ്ടിരുന്നത്. ഇറാനാണെങ്കിൽ അവര് ഉൽപ്പാദിപ്പിച്ച് എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ 90% ചൈനയ്ക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഈ വെനിസ്വേലയിൽ നിന്നും ഇറാനിലും കിട്ടുന്ന ഈ ക്രൂഡ് ഓയിലും മറ്റും ഇന്ധനങ്ങൾ ചൈനയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് അനിവാര്യമായ ഘടകമായും അതിനെ പരിപോഷിപ്പിക്കുന്ന ഘടകവുമായി മാറി. റഷ്യയുടെ കൊണ്ടത് വേറെ കാര്യം. അവിടെ കയറി പിടിക്കുക എന്നാണ് ട്രംപ് തീരുമാനിച്ചത്. അതാണ് ആദ്യം വെനിസ്വേലയെ കയ്യിലെടുത്തു. വെനിസ്വേല ചൈനയുടെ സഖ്യകക്ഷി എന്ന് പറയാവുന്ന വെനിസ്വേലൻ അധികാരിയെ രാമാനം ഇട്ടിരുന്ന ഡ്രസ്സുമായിട്ട് പിടിച്ചുകൊണ്ടുവന്ന് അമേരിക്ക കൊണ്ടുവച്ചിട്ട് വെനിസ്വേലയ്ക്ക് പുതിയ ഭരണകൂടം വന്നു. വെനിസ്വേലൻ ഓയിൽ ഇനി ചൈനയ്ക്ക് കയറ്റി അയക്കണ്ട, അത് ഭാരതം വാങ്ങിച്ചോട്ടെ. ഒരു വഴിക്ക് അത് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴാണ് അടുത്ത നടപടി ഇറാനിലേക്ക്. സ്വാഭാവികമായും ഇറാനിലെ ഇടപെടലിന് പ്രധാന കണ്ണി ഇസ്രായേലാണ്. ഇറാൻ ഡെത്ത് ടു അമേരിക്ക, ഡെത്ത് ടു ഇസ്രായേൽ, ഇതായിരുന്നല്ലോ അയത്തുള്ള ഖമേനിയുടെ പ്രഖ്യാപിത ലക്ഷ്യം. ജൂതന്മാരെ ഇല്ലാതാക്കും, ഇസ്രായേലിനെ ഇല്ലാതാക്കും, അമേരിക്ക കൊല്ലുമെന്നൊക്കെ പ്രഖ്യാപിച്ചപ്പോഴാണ് കൊല്ലാൻ വരുന്നവൻ കൊല്ലപ്പെടാനുമുള്ള സാധ്യത ഉണ്ടെന്ന് ഇസ്രായേലും അമേരിക്കയും ഇറാനെ കാണിച്ചു കൊടുത്തത്. പക്ഷെ ഇറാൻ ഇത് പ്രതീക്ഷിച്ചിരുന്നതല്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കും? പ്രതീക്ഷിച്ചിരുന്നെന്ന് പറഞ്ഞാലും ആ ഒരു ജഹാദി മനോഭാവത്തോടു കൂടി, ഇസ്ലാമിക ഭീകര ജഹാദി മനോഭാവത്തോടു കൂടി ഇതെല്ലാം മുകളിലേക്ക് നിർദ്ദേശമാണ്, നിശ്ചയമാണ്. ഇവരെയെല്ലാം കൊല്ലാൻ വേണ്ടി ജനിച്ചിട്ടുള്ളത് ഞാനാണെന്ന് കരുതുമ്പം ഭയമില്ലല്ലോ, ഭ്രാന്തല്ലേ. ഇനിയും മരിച്ചു വീണാലോ സ്വർഗരാജ്യം കാത്തിരിക്കുന്നുണ്ട്. 90 വയസ്സായ ഖമേനിക്കും സ്വർഗരാജ്യം കഴിക്കുമായിരുന്നു. അവരുടെ പർദീസയിൽ എന്തൊക്കെയാ കരുതി വെച്ചിരിക്കുന്നത് അങ്ങക്ക് പറഞ്ഞുകൂടെ? അങ്ങനെ ശരിക്കും പറയാമെന്നുണ്ടെങ്കിൽ ആകാശത്തുകൂടെ പോകുന്ന പറവയോ അല്ലെ വെടിയുണ്ടയോ
ഏണി വെച്ച് കയറി പിടിക്കുന്നത് പോലെ ഉള്ള പണിയാണ് ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടം ചെയ്തത്. അതെല്ലാം ചർച്ച ചെയ്യാൻ നമുക്ക് സമയമില്ല. അപ്പൊ അങ്ങനെ പറയുമ്പം നമ്മൾ തുടങ്ങിയ ചോദ്യം കൃത്യമായും ഭാരതത്തിന്റെ ശത്രുവായ ചൈനയാണ് അമേരിക്ക ഇസ്രായേലും ഈ യുദ്ധത്തിൽ അവരുടെ ടാർഗറ്റായിട്ട്, ഭാരതത്തിന് വേണ്ടിയല്ല. അത് യാദൃച്ഛികമാണ്. ഭാരതത്തിന്റെ ശത്രുവായ ചൈന. അല്ല, അങ്ങനെ ഒരു നോട്ടമാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും കൂടെ ഗതി മാറും അല്ലേ? തീർച്ചയായും. അല്ല, അന്തിമ ലക്ഷ്യം അതാണ്, ചൈനയെ ഒതുക്കുക എന്നുള്ളതാണ്. ആ വിഷയം വീണ്ടും നമുക്ക് ചർച്ച ചെയ്യാവുന്നതുമാണ്. പക്ഷെ ഏതായാലും അത് പറഞ്ഞ് നമുക്ക് ഈ ചർച്ച ഇവിടെ നിർത്താം. ലക്ഷ്യം ചൈന തന്നെയാണ്. ചൈനയാകുകയും വേണം. ചൈനയാകുന്നതാണ് ലോകം നശിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്ന ഇസ്ലാമിക ഭീകരവാദത്തിൻ്റെയും ചൈനയുടെ കപട കമ്മ്യൂണിസം, ഒറിജിനലല്ല, ആ കപട കമ്മ്യൂണിസ്റ്റ് സാമ്രാജ്യത്വവാദത്തിനും ലോകത്തിന് കൊടുക്കാനുള്ള മറുപടി തന്നെയാണ് അമേരിക്കയും ഇസ്രയേലും ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.